ഇന്ന് ഞാൻ ഒരു തീയലാണ് വെക്കുന്നത്. ഇതാ തീയലിൻ്റെ തേങ്ങ മൂപ്പിക്കുകയാണ്. അതിന് വേണ്ടിയ സാധനങ്ങൾ ഒരു 10-30 ചെറിയ ഉള്ളി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങയുണ്ട്, 4 പച്ചമുളകുണ്ട്, ഒരു മുരിങ്ങയ്ക്കയുണ്ട്. നമുക്ക് തീയൽ വെക്കാം. ഇതാ തേങ്ങയെല്ലാം തിരുമ്മി അടുപ്പിൽ വെച്ച് ഏകദേശം മൂപ്പായി. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത് കാണിക്കാം. നമ്മുടെ തേങ്ങയെല്ലാം നല്ലവണ്ണം മൂത്തു. ഇനി 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇടാം. ശകലം ഒരു നുള്ളു ഉലുവാപ്പൊടി. ഇനി നമുക്ക് ഇതെല്ലാം ആറിയിട്ട് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം. ചീനിച്ചട്ടി ചൂടായി എണ്ണ ഒഴിക്കാം. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കടുകിട്ടു, കടുക് പൊട്ടി, മുളകിട്ടു, കരിയാപ്പില ഇട്ടു. ഇനി കഷ്ണങ്ങളെല്ലാം ഇടാം. നമുക്ക് എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ചട്ടിക്കകത്ത് വെക്കാം. വഴുതനങ്ങ ഇട്ടു, പച്ചമുളക് ഇട്ടു, മുരിങ്ങയ്ക്ക ഇട്ടു. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇത് ചട്ടിക്കകത്ത് ഇട്ടു. അത് കാണിക്കണോ? ഇതാ നമുക്ക് വഴറ്റി വെച്ച സാധനങ്ങളെല്ലാം മൺചട്ടിക്കകത്തോട്ട് മാറ്റാം. കഷ്ണത്തിനകത്ത് ശകലം മഞ്ഞൾപ്പൊടി ഇടാം, ഉപ്പിടാം, ഇളക്കി വെച്ചു. ഇനി അടച്ച് വേവട്ടെ. ഇതാ വറുത്ത് വെച്ച തേങ്ങയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇതാ പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. പിഴിപുളി വെള്ളത്തിയിട്ട് വെച്ചു. ഇനി നമുക്ക് ആയിട്ട് ഇതെല്ലാം ചേർക്കാം. നമുക്കിനി തീയലിൻ്റെ കഷ്ണമെല്ലാം വെന്തോന്ന് നോക്കാം. കഷ്ണമെല്ലാം വെന്തു. വെള്ളവും കുറച്ച് പറ്റി. കഷ്ണമെല്ലാം വെന്തു. ഇനി നമുക്ക് പുളി ചേർക്കാം. പിഴിപുളിയാണ്. ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പിഴിപുളി, ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ പിഴിപുളി ചേർക്കണം. ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് പൊടിച്ചു വെച്ച മസാലയെല്ലാം ചേർക്കാം. തേങ്ങയും ചെറിയ ഉള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശകല ഉലുവാപ്പൊടി, ഇത്രയും ചേർത്താണ് ഈ തേങ്ങ വറുത്ത് പൊടിച്ചത്. അരപ്പൊന്ന് വേവട്ടെ. ഹലോ, നമ്മുടെ തീയലെല്ലാം റെഡിയായോ എന്ന് നമുക്ക് നോക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തീയലെല്ലാം റെഡിയായി. നമുക്ക് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ഇനിയും കടുക് വറക്കുന്നില്ല, കാരണം കടുക് വറുത്ത് ഞാനെല്ലാം വഴറ്റിയെടുത്തതാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് കരിയാപ്പിലയും കൂടി ഇടാം. കരിയാപ്പില ഇട്ടു. ഇല്ല ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. നമ്മുടെ തീയൽ നോക്കിക്കേ, ഉണ്ടോ? അടിപൊളി തീയലല്ലേ. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ടേ.
നല്ല അടിപൊളി തീയലാണ്, സൂപ്പർ തീയൽ. എല്ലാവരും ഇതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ തീയൽ വെക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഡൺ.